ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ്തരങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. പിന്നെ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ശനിയാഴ്ച. ഇന്ന് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മൾ വീട്ടിലെ കുക്കിങ് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഇന്ന് എനിക്ക് ഓഫാണ്. പിന്നെ ഇനിയിപ്പം തിങ്കളും ചൊവ്വായും എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. പിന്നെ പിള്ളേരൊക്കെ സുഖമായിട്ടിരിക്കുന്നു. പിള്ളേർ ഓടിക്കളിക്കുന്നു. ഹസ്ബൻഡ് നൈറ്റ് കഴിഞ്ഞ് കിടന്നുറങ്ങുന്നു. ഞാൻ വീട്ടിലെ കുക്കിങ് കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു കുക്കിംഗ് ആണ്. നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ഒരു തോരൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട്, ഷെയർ, കമൻറ്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. താങ്ക് യു. ഇന്നത്തെ ഉച്ചക്കത്തെ തോരന് വേണ്ടി ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ബ്രോക്കോളി എന്ന് പറയുന്ന നല്ലൊരു വെജിറ്റബിൾ ആണ് കേട്ടോ. അപ്പോൾ ചോറൊക്കെ ഞാൻ കുക്കറിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. കുക്കർ ഓഫാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇന്ന് നല്ല വെയിലൊക്കെ ഉണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു തണുത്ത കാറ്റും ഇടയ്ക്കിടയ്ക്ക് കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പോകുന്നു ഇവിടുത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എന്നാണ്ട് വിശേഷമൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഇന്നത്തെ ഈ പറയുന്ന വെജിറ്റബിൾ ഇതുണ്ടോ, ഇത് ബ്രോക്കോളി. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതാണ്, എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ പണ്ടൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ഉണ്ടാക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ട് മേടിക്കത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ വിദേശത്തുള്ള പിള്ളേരൊക്കെ ഇങ്ങനെ എന്നാ പറയണ്ടേ, പച്ചക്ക് കഴിക്കുന്നത്, പുഴുങ്ങിയിട്ട് പച്ചക്ക് കഴിക്കുന്നതൊക്കെ. അപ്പോൾ നമ്മുടെ പിള്ളേർ കഴിപ്പ് കുറവാണ്. അപ്പോൾ ഇങ്ങനെ തോരനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ പിള്ളേർ കഴിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ നമ്മുടെ സാധാരണ ബീൻസ്, ഇവിടുന്ന് ബീൻസ് മേടിക്കാൻ കിട്ടി. അപ്പോൾ അതുകൂടെയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇത് സാധാരണ തോരൻ വെക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നേരം ഇതിങ്ങനെ വെള്ളത്തിലിട്ട്, ചൂടുവെള്ളത്തിലിട്ട്, പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് കഴുകിയിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇതിനകത്ത് വെള്ളം വാർന്നു പോകാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇതിങ്ങനെയും കിട്ടും. പിന്നെ ഇതിൻ്റെ ഒരു വലിയൊരു ഇതുണ്ടല്ലോ, ഒരു സാധാരണ വലിയൊരു നമ്മളെ കോളിഫ്ലവറൊക്കെ, നമ്മുടെ ക്യാബേജൊക്കെ കിട്ടത്തില്ല, അതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രാവശ്യം മേടിച്ച്. ഇനിയിപ്പം നമുക്ക് നേരെ കട്ടിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ. ചെറിയ ചെറിയ പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. സാധാരണ നമ്മൾ പച്ചക്കറി ബീൻസൊക്കെ അരിയത്തില്ലേ, അതുപോലെ തന്നെ നമുക്ക് ഈ പാത്രത്തിലിടാവേ. അങ്ങനെ ഞാൻ നമ്മുടെ പച്ചക്കറി നന്നായിട്ട് ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് നമ്മുടെ ബീൻസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല ചെറിയ പീസായിട്ട്, ചെറിയ ചെറിയ ഇതായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ പറഞ്ഞ പച്ചക്കറിക്കകത്തോട്ട് നമ്മൾ ഈ പറഞ്ഞ സവാളയും പിന്നെ ഒരു മുളകും നന്നായിട്ടൊന്ന് കീറിയിട്ടിട്ടുണ്ട്. പിന്നെ ഇതാണ്ട് നമ്മുടെ വെളുത്തുള്ളി നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ വെളുത്തുള്ളി ആഡ് ചെയ്യാറുണ്ട്. എനിക്ക് ഇങ്ങനത്തെ ഉള്ള പച്ചക്കറിക്കകത്തൊക്കെ വെളുത്തുള്ളി ആഡ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ സ്മെല്ലൊക്കെ നല്ല കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഇതിനകത്ത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ, കൈ വെച്ച് മിക്സ് ചെയ്യാം. ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിനകത്തോട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കടുകും ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതിനകത്തോട്ട് ഇങ്ങനത്തെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ആഡ് ചെയ്യുന്നത്. ഇതെന്താ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കുറച്ച് കടുക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ പച്ചക്കറി ഇതിനകത്തോട്ട് ഈ പാനിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമെങ്കിലും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. ഇതൊക്കെ നല്ല വൈറ്റമിൻ അടങ്ങിയ പച്ചക്കറിയാണ്. പിന്നെ പച്ചക്കറിക്കകത്ത് എല്ലാം നല്ല ഗുണങ്ങളുള്ളതാണ് പച്ചക്കറി. പക്ഷേ പ്രത്യേകിച്ച് ഈ ബ്രോക്കോളി എന്ന് പറയുന്നത് പിള്ളേർക്ക് നല്ലതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നെ നമുക്കറിയാമല്ലോ, നമ്മൾ വിദേശികൾ ഈ പിള്ളേർക്ക് ഇങ്ങനെ, കുഞ്ഞു പിള്ളേർക്ക് വരെ ഇതിങ്ങനെ പുഴുങ്ങി ഇങ്ങനെ കൊടുക്കുന്ന നമ്മൾ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ നമ്മുടെ ഒന്നും പിള്ളേർ ഇതിങ്ങനെ എൻ്റെ ഒന്നും പിള്ളേർ പുഴുങ്ങിയൊന്നും കഴിക്കത്തില്ല ഇതൊന്നും. പിന്നെ ഇങ്ങനെ വല്ലപ്പോഴും തോരനുണ്ടാക്കി കൊടുത്താൽ പകുതി ഗുണം പോകും. തോരനുണ്ടാക്കുമ്പം പുഴുങ്ങി കഴിക്കുന്നതിൻ്റെ അത്ര ഗുണം കിട്ടത്തില്ല, എങ്കിലും കുറച്ചെങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെയാണേലും ഇങ്ങനെ കുറച്ച് കഴിച്ചോളും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ, ഇതൊരു നല്ല വെജിറ്റബിൾ ആട്ടോ. നല്ല എല്ലാ ഗുണങ്ങളുള്ള വെജിറ്റബിളാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്തോട്ട് ഉപ്പെല്ലാം നന്നായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഉപ്പും പിന്നെ ഈ പറഞ്ഞ പോലെ മഞ്ഞൾപ്പൊടി മാത്രം ആഡ് ചെയ്തിട്ടുള്ളൂ. വേറെ
പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. ഒരു അടപ്പ് വെച്ച് അടച്ചു വെക്കാം. പിന്നെ ഇതിപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഒത്തിരി ഒന്നും ആക്കിയിട്ടില്ല. 5-ലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പം കുറച്ച് കഴിഞ്ഞ് നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടെന്ന്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാവേ. ഇത് ഏകദേശം സെറ്റായിട്ടുണ്ടോ കേട്ടോ. ഇതുണ്ടോ, നല്ല വഴന്ന് വന്നിട്ടുണ്ടേ. കണ്ടോ, നമുക്കിപ്പോൾ ചോറിന് ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഇതിലായി കേട്ടോ. ആ ഒരു പരുവത്തിലായേ, നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന പരുവത്തിലായി. അപ്പോൾ ഇതാണ്ട് നമ്മുടെ തോരനിവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എനിക്കറിയാം എല്ലാവരും നമ്മൾ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഈ പറഞ്ഞ ബ്രോക്കോളി ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് നമ്മൾ ചോറിനോടെയൊക്കെ കഴിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നേരെ ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്